ഹലോ ഗൈസ്, ഇന്ന് ഒരു വളരെ എക്സൈറ്റിംഗ് വ്ളോഗ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ബിക്കോസ് റൈറ്റ് നൗ ഞാൻ ബെർലിൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ബെർലിൻ എയർപോർട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ട്രാവൽ വ്ളോഗ്. അപ്പോൾ ദിസ് ടൈം ഇറ്റ്സ് ഗോണ ബി മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാനൊരു വെക്കേഷന് പോകുന്ന ഒരു ഉദ്ദേശത്തോടെ എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ വെക്കേഷൻ ട്രിപ്പാണ് ഇത്. ആൻഡ് ദ ട്രിപ്പ് ഡെസ്റ്റിനേഷനല്ല, ഞാൻ വഴിയെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ, ബിക്കോസ് തമ്മിൽ എന്തായാലും ഞാൻ കൊടുക്കും. സോ വി ആർ ഗോയിങ് ടു ബുഡാപെസ്റ്റ്. സോ ഞങ്ങൾ 2-2.5 മാസം മുന്നേ ഒക്കെ പ്ലാൻ ചെയ്ത് ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ട്രിപ്പിൽ. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ. ഞങ്ങൾ ഓണത്തിൻ്റെ അന്നാണ് പോകുന്നത്. 15 സെപ്റ്റംബറിനാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ. സോ രാത്രി 10 സംതിങ്ങിനാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ ഓൾമോസ്റ്റ് 5 മണിക്കൂർ മുന്നേ തന്നെ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം ഞങ്ങൾക്ക് ഉണ്ട് സംസാരിച്ചിരിക്കാൻ. സോ ഞങ്ങൾ ചെക്കിനൊക്കെ ഓൺലൈനായിട്ട് തന്നെ ചെക്കിൻ ചെയ്തു. ആൻഡ് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് ഗോസിപ്പിംഗ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പം അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തടാ? ഇല്ല, ഇന്നലത്തെ ഫോണങ്ങോട്ട് പോയി പോയിട്ട് ബുഡാപെസ്റ്റ് കഴിഞ്ഞു. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഗൈസ്. വിശപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ മെല്ലെ ഇവിടുത്തെ ഒരു ബർഗർ കിങ്ങിൽ ഞങ്ങൾ പോയി ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. കാരണം ഞങ്ങൾക്ക് ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാലൊക്കെ റെസ്റ്റോറൻറ്റ്സൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു സാഹചര്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. സോ നമ്മളിപ്പോൾ എയർപോർട്ടിൽ തന്നെ കഴിച്ചിട്ട് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. സോ വി ആർ ഗോയിങ് ടു ഓർഡർ ആർ ബർഗർ കിങ് വാട്ട് എവർ ബർഗേഴ്സ്. അല്ല, ഇനി ബുഡാപെസ്റ്റ് വായിച്ചത് പോക്കാസോ അതെങ്ങനെ ഒന്നോട് ഉള്ളതാണ്. പോക്കാസോ പോറി നോക്ക്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ബുഡാപെസ്റ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പം അത് സെക്യൂരിറ്റി ചെക്കിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 3 ദിവസത്തേക്കുള്ള ഞങ്ങളുടെ ട്രാവൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് ഇപ്പം. അത് എയർപോർട്ടിൻ്റെ ജസ്റ്റ് പുറത്ത് തന്നെ ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ 3 ദിവസത്തെ ടിക്കറ്റ്സാണ് ബുക്ക് ചെയ്തത്. ഞങ്ങളിവിടെ ഇറങ്ങിയപ്പം നല്ല മഴ പെരുമഴ അല്ല, ബട്ട് മഴ പെയ്ത് നല്ല രീതിയിൽ റോഡ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ ബസ്സൊക്കെ കയറിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ Airbnb അപ്പാർട്ട്മെൻറ്റുള്ള സ്ഥലത്തോട്ടൊരു 7 minutes വാക്ക് ഉണ്ട്. സോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മുഴക്കാണ് ബുഡാപെസ്റ്റ്. അടിയേ അങ്ങനല്ല.
നോർമലി നമ്മളൊരു ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യുന്ന പോലത്തെ ഒരു പ്രൊസീജിയർ അല്ലായിരുന്നു ഇവിടെ കേട്ടോ. ഇതൊരു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് വേ ആയിരുന്നു. ഇവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അങ്ങനെ ഒരു കീ ഹാൻഡ് ഓവറിങ് പരിപാടിയേ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ഇൻ ചെയ്യാമായിരുന്നു. രാത്രി എത്ര മണിക്ക് ലേറ്റായിട്ട് വന്നാലും ചെക്ക് ഇൻ ചെയ്യാമായിരുന്നു. അതൊരു നല്ല ഉപകാരപ്പെട്ടൊരു സംഭവം. സോ ഞങ്ങൾ വരുന്നതിൻ്റെ ഹോട്ടൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ 1 വീക്ക് മുന്നേ തന്നെ ഞങ്ങളുടെ ഈ Airbnb ഓണർ ഞങ്ങൾക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാസ്കോഡ്, ഈ കീ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ ഒരു അഡ്രസ്സും അവർ തന്നിട്ട് ആ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ അവർ മെയിലിൽ പറഞ്ഞ പാസ്കോഡ് ടൈപ്പ് ചെയ്തിട്ട് വേണം ആ കീ എടുക്കാൻ. എന്നിട്ട് ആ കീ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഒറിജിനൽ Airbnb അഡ്രസ്സ് വേറെയാണ്, അവിടെ പോയിട്ട് ഈ കീ സ്കാൻ ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ്, ഞാൻ ആദ്യമായിട്ടാണ്, ഞങ്ങൾ എല്ലാവർക്കും ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ട്രഷർ ഹണ്ട് പോലെ ആദ്യം ഒരു സ്ഥലത്ത് പോയി നമ്മൾ കീ തപ്പുന്നു, ആൻഡ് ദെൻ വി ആർ ടേക്കിംഗ് ഔട്ട് ദ കീ. നമ്മൾ നിൽക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റാണ്. ഈ രാത്രി ഇത് കാണുമ്പോൾ ഭയങ്കര ഭയാനകമായി തോന്നുന്നൊരു ക്രീപ്പി ഹൗസ് പോലെ അപ്പാർട്ട്മെന്റ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ആ ഒരു ഡോറിനും കൂടി ഒരു പാസ്കോഡ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ആരാ ബുക്ക് ചെയ്ത? കൈ വിട്ട് ഞാൻ അവിടെ നിൽക്കാം. ഞങ്ങൾ ഞങ്ങളുടെ അടിപൊളി അപ്പാർട്ട്മെന്റിലോട്ട് എത്തി. അയ്യോ, എൻ്റെ കോലൊക്കെ കണ്ട, മഴയൊക്കെ നനഞ്ഞ് കുറച്ചൊക്കെ നനഞ്ഞ്, പക്ഷെ നല്ല രസമായിരുന്നു അല്ലേ? നമ്മൾ ഇന്നലെ ഹൊറർ പടം കണ്ടോണ്ടായിരിക്കും നമുക്ക് ഹൊറർ ഫീൽ, പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ ഒരു ഹൊറർ ആംബിയൻസ്. ഇതാണ് നമ്മുടെ മെയിൻ ഹാൾ. നമ്മൾ എൻ്റർ ചെയ്യുന്നത് അവിടെ നിന്നാണ്. ആൻഡ് ദിസ് ഇസ് ദ ബിഗ് ഹാൾ വിത്ത് ഡൈനിങ് ടേബിൾ. ഇവിടെ ഒരു സോഫ ബെഡ് ഉണ്ട്, ആൻഡ് 2 സോഫ ബെഡ് ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് വേറൊരു കുഞ്ഞ് ബെഡ്റൂമിലേക്കാണ്. ഇവിടെ സുഖമായിട്ട് 2 പേർക്ക് കിടക്കാം വിത്ത് മിറർ. നമുക്ക് നല്ല ആസ്വദിച്ച് ഒരുങ്ങാൻ പറ്റിയ ലാവിഷ് സൗകര്യമുണ്ട് ഈ റൂമിൽ. ഒരു ക്യൂട്ട് മിററൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു പ്ലേ റൂം, പ്ലേയിങ് ഏരിയ, കിഡ്സ് റൂം. ദെൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു ബെഡ്റൂം കൂടി, ഇവിടെയും 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം വിത്ത് ബാത്റൂം ഉണ്ട്. ആക്ച്വലി 2 വാഷ്റൂം ഉണ്ട്. ഒന്ന് ഈ ബാത്റൂം. നമുക്ക് ഇറ്റ്സ് വെൽ ബിൽഡ്, എല്ലാം നല്ല വൃത്തിയുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഞാൻ വിചാരിച്ചേക്കാൾ, ഞാൻ ശരിക്കും ഫോട്ടോസിൽ കാണുമ്പോൾ നല്ല പിക്ചേഴ്സാണ്, ബട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ ഫോട്ടോയിൽ നല്ലതാക്കി തരുന്നതാണ്, ശരിക്കും കണ്ടാൽ അറിയാവുന്നതാണ്. പക്ഷെ ശരിക്കും കണ്ടപ്പോൾ നല്ല വൃത്തിയില്ല, നല്ല സ്പേഷ്യസ് അപ്പാർട്ട്മെൻറ്റ്. സോ വി ആർ റിയലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും. ഈ അപ്പാർട്ട്മെൻറ്റ് ശരിക്കും കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട്. സംഭവം വരുന്ന ഒരു ഇത് കുറച്ച് ക്രീപ്പി ആണെങ്കിൽ ആ കിച്ചണിലെ അമ്മച്ചി തുടങ്ങി ആടാ ചൂടാണ്. പിന്നെ ഇവിടെ നമ്മുടെ സെക്കൻഡ് ബാത്റൂം. എന്താ സർഫ് പറഞ്ഞ? എന്താ പറഞ്ഞ? സത്യേട്ടാ
എനിക്ക് ലിഫ്റ്റിലുള്ള ശരിക്കും പേടിയായി. നമുക്ക് ബുഡാപെസ്റ്റിലെ ഹോളിൽ നല്ല view ആ അതെ അതെ എന്നിട്ട് ഞാൻ എനിക്ക് ആലമല്ല നമുക്ക് പേടിയുണ്ടായിരുന്നു. ഏതലമാരി ആലമാരിയാ. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പിന്നെ ഞങ്ങൾ റിയലൈസ് ചെയ്തു നെക്സ്റ്റ് ഡേ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകണമല്ലോ. അപ്പം ഞങ്ങൾ വേഗം ഫ്രഷപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കിടക്കാനുള്ള പുറപ്പാടിലാണ്. സോ ഓൾ ഓവർ ഇതൊരു ഞാൻ വിചാരിച്ചു ട്രാവലിംഗ് ഞങ്ങൾ ബുഡാപെസ്റ്റിൽ എത്തുന്ന ഒരു വ്ളോഗ് പ്ലസ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ വ്ളോഗും കൂടി ഇടാമെന്ന്. ബട്ട് ഫസ്റ്റ് ട്രാവലിംഗ് ചെയ്യുന്ന വ്ളോഗ് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഡേ ഓരോ ദിവസവും ഓരോ സീരീസ് ആയിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ബുഡാപെസ്റ്റിൽ ലാൻഡ് ചെയ്ത ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ 16th സെപ്റ്റംബറിനാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. അത് മിഡ് നൈറ്റ് ലാൻഡ് ചെയ്യുന്നതും എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നായിരുന്നു. സോ ദാറ്റ് വാസ് എ സ്പെഷ്യൽ തിങ്. സോ ഞാൻ എൻ്റെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ബാക്കി ദിവസത്തെ വിശേഷങ്ങൾ വരാൻ പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ്. സോ ബൈ.